ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യജീവിതം എന്നത് അത്ര സുലഭം എന്ന് പറയാൻ വയ്യ. ഇത് അത്യന്തം ദുർലഭമാണ്. അങ്ങനെ ദുർലഭമായി കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ നമുക്ക് വമ്പിച്ച നഷ്ടമായിരിക്കും അനുഭവമാവുക. അത്യപൂർവമായിരിക്കുന്ന ഈ അവസരത്തെ ഒളിമ്പിക്സ് മത്സരത്തിലെ ഓട്ടം പോലെ നാം ഇതിനെ വേണ്ടതുപോലെ വിനിയോഗിക്കണം. അതുകൊണ്ട് ഒരു കവി ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. കയ്യിൽ വെച്ചു നശിപ്പിക്കുന്നതിലും നഷ്ടമെന്തിനി, ആകയാൽ നിങ്ങൾ ആത്മീയ സാധനാശീലരാകുവിൻ. എത്ര വലിയ ഒരു സത്യമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. കയ്യിൽ വെച്ച് നശിപ്പിക്കുകയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരമാണ് ജീവിതം. ഈ ജീവിതത്തെയാണ് നാം വൃഥാ വിഷയലോലുപരായി ലോകകാര്യങ്ങളിൽ മാത്രം ഒഴുകി നാം നമ്മുടെ മഹത്വത്തെ അറിയാതെ നഷ്ടമാക്കുന്നത്. ഇത് ഇന്നോ നാളെയോ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒന്നാണ്. അതിനാൽ അതിന് ആരോഗ്യമുള്ളപ്പോൾ, ചുറുചുറുക്കുള്ളപ്പോൾ, ഓജസ്സുള്ളപ്പോൾ അറിയാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ കയ്യിൽ വെച്ച് നാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ വെച്ച് നശിപ്പിക്കുന്നതിലും നഷ്ടമെന്തിനി. നമ്മളെ കയ്യിൽ കിട്ടിയിട്ടും അത് നാം വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ കഷ്ടമാണ് എന്ന് ഒന്നാലോചിച്ചു നോക്കുന്നു. ആകയാൽ നിങ്ങൾ ആത്മീയ സാധനാശീലരാകുവിൻ. അതുകൊണ്ട് ഈ അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ആത്മീയമായ സാധന ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് ആത്മീയമായ സാധന? ആത്മാവിനെ സംബന്ധിച്ച അറിവ് നാം ആദ്യം നേടണം. എന്താണ് ആത്മാവിനെ സംബന്ധിച്ച അറിവ്? ആത്മാവ് എന്ന് പറയുന്ന ആ ശക്തിവിശേഷം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ്. അകത്തും പുറത്തും അത് തന്നെയാണ്. ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അത് ഇല്ലാത്ത ഒരിടമില്ല. അതാണ് നമ്മെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും പുറന്തള്ളുന്നതും എല്ലാം അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഈ ശരീരം ഉണ്ടാക്കിയതും അത് തന്നെ. അതിൽ തന്നെയാണ് ശരീരം നിലനിൽക്കുന്നതും. അതിൽ തന്നെയാണ് അത് പരിണമിച്ച് സൂക്ഷ്മഭാവത്തിലേക്ക് മറയുന്നത്. അവ്യക്തമായ അവസ്ഥയിൽ നിന്നും വ്യക്തമായ അവസ്ഥയിലേക്ക് മാറുന്നതാണ് ജനനം. പിന്നീടുള്ളതാണ് ജീവിതം. പിന്നീട് വീണ്ടും അവ്യക്തത്തിലേക്ക് മറയുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു നാശമല്ല, ഒരു പരിണാമം മാത്രമാണ്. ആ ബോധം നാം അറിഞ്ഞിരിക്കണം. പക്ഷെ ഇതറിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചല്ലോ എന്ന സങ്കടമാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഈ ബന്ധങ്ങളെല്ലാം അജ്ഞാനദശയിൽ നാം കൽപ്പിച്ചുണ്ടാക്കിയതാണ്. വാസ്തവത്തിൽ ആത്മബന്ധം മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ഏതുപോലെയാണ് ആ ബന്ധം? ഒരു മാലയെ അനേക മണികൾ ഒരു നൂലിൽ കോർക്കുമ്പോഴാണ് അതൊരു മാലയാകുന്നത്. ആ മാലയുടെ മണികൾ നമുക്ക് കാണാം, നൂലൊരിക്കലും കാണാൻ കഴിയില്ല. അതുപോലെ ഈ ദേഹമാകുന്ന ഓരോ മണികളെയും തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുന്നത് നൂലാകുന്ന ഈശ്വര ശക്തിയാണ്. ആ നൂലിൽ കോർക്കപ്പെട്ട മണികളാണ് നാം ഓരോരുത്തരും. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാവുന്ന നൂലിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാം പരസ്പര ബന്ധുക്കളല്ലേ? നാം എല്ലാം ഒരേ സത്തയുടെ പ്രതിഭാസങ്ങൾ മാത്രമല്ലേ? ആ ഒരു ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ ബോധം വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. ഇതാണ് ആത്മീയ സാധന എന്ന് പറയുന്നത്. ഈ സാധനയാണ് നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും വേണ്ടത്. ഈ വകതിരിവാണ് വേണ്ടത്. ആ അറിവിനെ നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് അതിനനുസരിച്ച് ജീവിക്കുക. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം മരീചിക പോലെയാണ്.
എന്ന് വ്യക്തമാക്കി മഹാത്മാക്കൾ നമുക്ക് ഉറപ്പിച്ചു തരുന്നു. നമ്മൾക്കൊരു സ്വപ്നം കാണുമ്പോൾ അറിയാമല്ലോ, സ്വപ്നം കാണുന്ന സമയത്ത് അത് സത്യമായും ഉണർന്നു കഴിയുമ്പോൾ അത് മിഥ്യയായും അനുഭവമാകുന്നില്ലേ? അപ്രകാരം തന്നെയാണ് ഈ വസ്തുതകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സത്യമായും, എന്നാൽ സത്യമായതിനെ അറിയുമ്പോൾ ഇതൊക്കെ മിഥ്യയായും അല്ലെങ്കിൽ ഇതൊക്കെ നശ്വരമായും നമുക്ക് അനുഭവമാകും. അതിനാൽ ഈ ബോധത്തെ വളർത്തുന്നതാണ് ആത്മീയ സാധന എന്ന് പറയുന്നത്. കയ്യിൽ വെച്ചു നശിപ്പിക്കുന്നതിലും കഷ്ടമെന്തിനി, ആകയാൽ നിങ്ങൾ ആത്മീയ സാധനാശീലരാകുവിൻ.